കലാഭവനുമായിട്ട് എന്താണ് ബന്ധം? പീറ്റർ, അങ്ങനെ ഒരുപാട് പാട്ടുകാരുണ്ടല്ലോ ഇവിടെ. കലാഭവനായിട്ട് ബന്ധമൊന്നുമില്ല. കലാഭവൻ പീറ്ററേട്ടനായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാനൊരു 78 മുതലാണ് സ്റ്റേജിൽ പാടി തുടങ്ങിയത്. അച്ഛന്റെ വേദികളിലും ചെറിയ കഥാപ്രസംഗ വേദികളിൽ അങ്ങനെയൊക്കെ പാടി തുടങ്ങുമ്പോൾ പീറ്ററേട്ടനായിരുന്നു അന്ന് മറ്റുള്ള ലാംഗ്വേജിലുള്ള സോങ്സ് ഒക്കെ പാടിയിരുന്നത്, ഹിന്ദി ഒക്കെ പാടിയിരുന്നത്. അപ്പൊ അതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി, മറ്റുള്ള ഭാഷകളും പാടാനുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് അന്ന് പാടി തുടങ്ങിയത്. 78 ഞാൻ പാടി തുടങ്ങിയത് ശരിക്കും. അത് കഴിഞ്ഞ് ഒരു 15 വയസ്സ് എന്ന് പറയുകയാണെങ്കിൽ SSLCയുടെ പ്രായമാണ്. പക്ഷേ പല കാരണങ്ങളെ കൊണ്ട് സ്വന്തമായിട്ടൊരു വീടൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അച്ഛനും ഉണ്ടായിരുന്നില്ല, പിന്നീടും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്ഥലം മാറിപ്പോവും, പല സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറിപ്പോവുക. അച്ഛൻ അവിടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പം അവിടെ മാറി താമസിച്ച് പിന്നെ പോകാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വന്നു. പിന്നെ അതുകൊണ്ട് തന്നെ 2 വർഷം എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്ത് തന്നെ മല്ലിശ്ശേരി ഓർക്കസ്ട്രയിലേക്ക് ക്ഷണം വന്നു. അപ്പോൾ പിന്നെ പഠിത്തമൊക്കെ ഇവിടെ വെച്ചിട്ട് ഞാൻ കോയമ്പത്തൂരിലേക്ക് പോയി. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു 20 വയസ്സായപ്പോഴാണ് ചെന്നൈക്ക് വരുന്നത്. ചെന്നൈ വന്നു. ഞാൻ സാറിന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ശരത് സാറിന്റെ വീട്ടില്. വഴി ഇങ്ങനെ കറങ്ങി വരികയാണ്. എന്നിട്ട് കേൾക്കട്ടെ, അന്ന് സാർ ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു ഫിലിമിൽ പാടിയിട്ടുള്ള സമയമാണ്. അതെ. അപ്പൊ ഞാൻ അന്ന് വന്നിട്ട് സാറിനെ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്, ഒരു ഫ്രണ്ട് വഴി വന്ന് പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. വിശപ്പാണല്ലോ പ്രധാനം. പാട്ട് പഠിക്കണം, അതിനുള്ള ഫീസ് കണ്ടെത്തണം. അങ്ങനെ ട്രാക്ക് കോറസ് പാടാനായിട്ട് ഞാൻ കുറച്ച് ഫിലിമുകൾക്കൊക്കെ MG സാറിന്റെ കൂടെയും പാടിയിട്ടുണ്ട്. ചില ഫിലിമുകൾക്ക് വളഞ്ഞ് ഇതുവഴി വന്നു. ഏത് സിനിമയ്ക്കായിരുന്നു അത്? ഫസ്റ്റില് പാടുന്നത് ജോൺസൺ മാഷ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങള്, കതിരോലപ്പന്തലൊരുക്കി. പിന്നെ അച്ഛന്റെ മരണശേഷം വീണ്ടും ഞാൻ നാട്ടിലേക്ക് വന്നു. കാരണം കുടുംബത്തിന്റെ ഒരു ഭാരം ചുമലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. വീണ്ടും ഒരു 9 വർഷം കഴിഞ്ഞ് ചെന്നൈയിലേക്ക് വീണ്ടും വന്നു. പിന്നെയും കുറച്ച് വർക്കുകൾക്കൊക്കെ പാടാൻ പറ്റി. അന്നാണ് രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ. അപ്പൊ അതിലൊക്കെ കുറച്ച് നാളുണ്ടായിരുന്നു. 86 AT ഉമ്മർ സാർ വഴി എനിക്കൊരു ഫിലിമിലേക്ക് എൻട്രൻസ് കിട്ടുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നീട് ആ പാട്ട് കേൾക്കുന്നത്. എങ്ങനെയായിരുന്നു അതിന്റെ 4 വരി? നാണം മേലാകെ ഉമ്മവച്ചഴകിൻ കിങ്ങിണി കിലുക്കും പ്രായം, കയ്യെത്തും ദൂരത്ത് മെയ്യെത്തും തേന്മാവിൽ പടരാൻ മാത്രമറിയും ചാരുലതേ ചാരുലതേ, നാണം മേലാകെ ഉമ്മവച്ചഴകിൻ കിങ്ങിണി കിലുക്കും പ്രായം. ബെസ്റ്റ് സോങ്. ഇപ്പോഴും പ്രോഗ്രാംസിന് പോകുന്നുണ്ടോ? ഇപ്പൊ ഞാനൊരു 17 വരെ ഞാൻ പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിലാണ് ഞാൻ ഒരു 12 വർഷം മുൻപ് പൂർണ്ണമായിട്ടൊരു കമ്പോസിങ്ങിന്റെ ഒരു വിഭാഗത്തിലേക്ക് മാറി. ചെറുപ്പത്തിൽ അതൊരു ആഗ്രഹമായിരുന്നു, പാട്ട് കമ്പോസ് ചെയ്യണം. പടത്തിന് കമ്പോസ് ചെയ്തിട്ടുണ്ടോ അതോ ലൈറ്റ് മ്യൂസിക്കിനാണോ അതോ കാസറ്റ്സിനാണോ? ഞാൻ കാസറ്റ്സിനാണ് ചെയ്തിട്ടുള്ളത് സാർ. ഭക്തിഗാനങ്ങളാണോ അതോ? ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങളാണ്. ലാസ്റ്റ് വന്നിട്ട് ഞാൻ ചെയ്തത് ജയചന്ദ്ര സാറ് പാടിയിട്ടുള്ളൊരു ആൽബമാണ്. അത് ശരി. ചൊവ്വല്ലൂർ കൃഷ്ണകുട്ടി സാറിന്റെ പുള്ളി ലാസ്റ്റ് എഴുതി തന്നത് എനിക്കാണ് ഒരു പാട്ട്, 2 പാട്ട്. വേറെ റഫീഖ് അഹമ്മദ് സാർ എഴുതി അദ്ദേഹത്തിന്റെ ചാനലിന് വേണ്ടിയിട്ട് ദീത്രാഗ് പാടിയിട്ടൊരു പാട്ട് പാടിയിരുന്നു. ഏതെങ്കിലും ഒരു പാട്ട്, വേറൊന്നുമല്ല, ഇഷ്ടമുള്ള ഒരു പാട്ട്. നൗഷാദിന്റെ ഒരു കമ്പോസിഷൻ കേൾക്കാൻ വേണ്ടി ആഗ്രഹം. ചിറകുകൾ മൂടി കുറുകാതെയിരിക്കുമെൻ ഹൃദയോത്സവമേ, വെൺപിറാവേ വെൺപിറാവേ, മൂകമാം ശ്വാസമായി വീണു ഞാൻ മധുശാലതൻ ഓണി, ചിറകുകൾ മൂടി കുറുകാതെയിരിക്കുമെൻ ഹൃദയോത്സവമേ. അതാച്ചി കൊള്ളാം.
ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. കമ്പോസർ എന്ന നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു നല്ല വർക്കാണിത്. കാരണം നമ്മൾ വിചാരിക്കുന്ന എളുപ്പത്തിലല്ല, ചുമ്മാ ചെയ്തു പോയിരിക്കില്ല. ഈ വർക്ക് കേട്ടതിന് ശേഷമാണ് ഇപ്പൊ ഒരു ഫിലിം കമ്മിറ്റ്മെന്റ് ആയിട്ട്. ഞാൻ പറഞ്ഞില്ല, ചുമ്മാതല്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഈ അവസാനം നൗഷാദ് പറയാൻ പോകുന്ന ഒരു കാര്യം കൂടി ഞാൻ അണ്ണാച്ചി എടുത്ത് പറയാം. ഇന്നലെയാണ് എനിക്ക് ഓസ്കർ അവാർഡ് കിട്ടിയത്. അവിടെ വരെ കൊണ്ടെത്തിക്കും. പക്ഷെ ഈ പാട്ട് നല്ല പാട്ടാ കേട്ടോ. താങ്ക് യു സർ. വെരി വെരി ഗുഡ്. ഹൃദയോത്സവം എന്നാണ് അതിന്റെ പേര്. അത് നല്ല നമ്മുടെ റഫീഖ് അണ്ണാച്ചിയുടെ ലിറിക്സ്. അതെ അതെ അതെ, മനോഹരം. അത് പറ്റിയ എന്താ പറയണ്ടേ, വളരെ നല്ല രസമുള്ള ഒരു ട്യൂണാണ് കേട്ടോ. താങ്ക് യു സർ. കമ്പോസ് ചെയ്യുക. ഈ രവീന്ദ്രൻ മാഷ്, AR റഹ്മാൻ എല്ലാരും കണ്ടില്ലേ ഇവരെയൊക്കെ ഒന്ന് മദ്രാസിൽ പോയിട്ട്? അല്ല, ഞാൻ രവീന്ദ്ര മാഷ് ഒരു 4 വരി പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാ. അത് സൂത്രധാരൻ എന്ന് പറഞ്ഞൊരു ഫിലിമിലാണ്. അറിയാം അറിയാം. അപ്പൊ അതില് ദാസേട്ടൻ പാടിയൊരു പാട്ടിന് മുൻപായിട്ടൊരു 4 വരി കവാലി പാടാനുള്ളത് അത് പാടി. AR റഹ്മാൻ മദ്രാസിലൊരു മണിയേട്ടൻ ഉണ്ടായിരുന്നു, വയലിനിസ്റ്റ്. അറിയാം. പിന്നെ കോഴിക്കോട് മണി. അയ്യോ, അച്ഛന്റെ സുഹൃത്തായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ അവിടെ അലന്ന് കിടക്കുന്ന ഒരു കാലത്ത് ഫുൾ ടൈം മണിയേട്ടന്റെ കൂടെ, വയലേട്ടന്റെ ഈ മണിയച്ചേട്ടന്റെ വയലിൻ ഞാൻ കയറി ചെയ്തിട്ട് നടക്കാറ്. അന്നൊക്കെ എല്ലാ സ്റ്റുഡിയോയിലേക്ക് എന്നെ കൊണ്ടുപോകും. അങ്ങനെ അന്ന് കോതണ്ടപാണി സ്റ്റുഡിയോയിലാണ് ഒരു വർക്ക് നടക്കുന്നു. ശ്യാം സാറാണ് കണ്ടക്ട് ചെയ്യുന്നത്. ബപ്പി ലഹരി സാറിന്റെ ഒരു വർക്കാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ ശിവമണി, പിന്നെ റഹ്മാൻ സാറിന് ആദ്യമായിട്ട്, അപ്പോൾ മണിച്ചേട്ടൻ എന്നോട് പറഞ്ഞത് അച്ഛൻ്റെ ഒരു സുഹൃത്താണ് RK ശേഖർ, അദ്ദേഹത്തിന്റെ മകനാണ് ആ നിൽക്കുന്ന ആള് എന്ന് പറഞ്ഞു. അത്ര എനിക്കറിയും. ദിലീപ് കുമാർ ആയിരുന്നു. യെസ്.